കുട്ടികളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലെറ്റർ ഓ. അതിൻ്റെ ശബ്ദം എന്താണ്? ഒ. ലെറ്റർ ഓ, അതിൻ്റെ ശബ്ദം ഒ. ഒ. അപ്പോൾ കുറച്ച് ശബ്ദം വെച്ചിട്ട് 2-3 വാചകങ്ങൾ നമുക്ക് വായിക്കാം. ഓ സൗണ്ട് മറക്കാതിരിക്കാൻ ഒരു പാട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ലെസൺ എന്താണ്? നമ്മൾ എങ്ങനെയാണ് ഈ ലെറ്റർ എഴുതേണ്ടത്, അതിൻ്റെ ശബ്ദം എന്താണ്, ആ ശബ്ദം വെച്ച് കുറച്ച് 3-4 വാചകങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഓ വലുതും ചെറുതുമായിട്ട് ഭയങ്കര എളുപ്പമുള്ളൊരു ലെറ്ററാണിത്. എന്നാൽ നല്ല ശൈലിന് എഴുതാം. അതാണ് വലിയ ഓ, ഇത് ചെറിയ ഓ, അത്രയേ ഉള്ളൂ. എങ്ങനെ എഴുതുന്നത്? ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് കൈ എടുക്കാതെ വരും, ഇങ്ങനെ ഇവിടം വരെ വരും. അതേപോലെ തന്നെ ഇതും അങ്ങനെ തന്നെ, ഇവിടെ തുടങ്ങിയിട്ട് ഇങ്ങനെ കൈ എടുക്കാതെ എവിടം വരെ വരും. അതാണ് ലെറ്റർ ഓ. ഇതിൻ്റെ ശബ്ദം എന്താണ്? ഓ. ഇത് നമ്മൾ എഴുതാൻ പഠിച്ചു. ഇനി കുറച്ച് വാക്കുകൾ ഞാനിവിടെ എഴുതും. അതിൻ്റെ ശബ്ദം വെച്ചിട്ട് ഓ സൗണ്ട് വെച്ചിട്ട് 2-3 വേർഡ്സ് നമുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്. ഓ വെച്ചിട്ട് എങ്ങനെ പറയുന്ന പാട്ട്. ആ പാട്ട് പഠിക്കുമ്പോൾ ഓ ശബ്ദം നമ്മൾ ഒരിക്കലും മറക്കില്ല. ഇപ്പോ ഞാൻ വരച്ചിരിക്കുന്നത് എന്താന്ന് പറയണം. നല്ലൊരു രസമുള്ളൊരു സാധനമായത്. നിങ്ങളിത് കണ്ട ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഇതിന് ഒത്തിരി കാലുകളുണ്ട്. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ പേര്? ഇതിന്റെ പേരാണ് ഒക്ടോപ്പസ്. ഇതിന്റെ പേരെന്താണ്? ഒക്ടോപ്പസ്. ഇതിന്റെ പേരെന്താണ്? പേര് പറയൂ. ഒക്ടോപ്പസ്. അപ്പൊ ശബ്ദം പറയൂ. ആ. അപ്പോ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലെറ്റർ ഓ, അതിന്റെ ശബ്ദം ഓ. ഇതെന്താ ഇത്? ഒക്ടോപ്പസ്. അപ്പോ ഓ. ഓ ഒക്ടോപ്പസ്. ഒക്ടോപ്പസ്. പിന്നെ ഇതെന്താന്ന് പറയോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമായത്, ഒരു പക്ഷിയായത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പക്ഷിയാണ്. ഈ പക്ഷിയുടെ പേരെന്താണ്? നല്ലോണം ഓടും, ഭയങ്കരമായിട്ട് ഓടുന്നൊരു സാധനമാണ്, ഒരു പക്ഷിയാണ്. ഈ പക്ഷിയുടെ പേര് ആർക്കറിയാം? ഓസ്ട്രേലിയയിൽ ഉള്ള ഒരു പക്ഷിയാണ്. അതിന്റെ പേര് പറയൂ. അറിയില്ലേ? ഈ പക്ഷിയുടെ പേരാണ് ഓസ്ട്രിച്ച്. ഓക്കെ, ഈ പക്ഷിയുടെ പേരെന്താണ്? ഓസ്ട്രിച്ച്. ഓക്കെ, ഇതിന്റെ പേരാണ് ഓസ്ട്രിച്ച്. അപ്പൊ ഇതിന്റെ ശബ്ദം പറയൂ. ആദ്യത്തെ ശബ്ദം എന്താണ്? ഓ. ഇതിന്റെ ആദ്യത്തെ ശബ്ദം എന്താണ്? ഓ. ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ച്. ഓ. പിന്നെ ഇതെന്താന്ന് പറയൂ. ഇയാൾക്കൊരു വലിയൊരു തലയുണ്ട്, 2 വലിയ കണ്ണുണ്ട്, തലയിൽ 2 വലിയ കൊമ്പുണ്ട്. ഇങ്ങനെ എന്താന്ന് പറയൂ. ഇയാൾക്ക് കണ്ണ് കാണത്തില്ല, രാത്രിയിലെ കണ്ണ് കാണുള്ളൂ. അപ്പോ ഈ പക്ഷിയുടെ പേരറിയാവോ? ഈ പക്ഷിയുടെ പേരാണ് ഔൾ. ഈ പക്ഷിയുടെ പേരെന്താണ്? ഔൾ. ഓക്കെ, ഇയാളുടെ പേരാണ് ഔൾ.
ശബ്ദം പറയൂ. ഓ. ശബ്ദം ഓ. ഔൾ. നമ്മൾ പഠിക്കുന്ന ശബ്ദം എന്താണ് ഇന്ന്? ഓ. അതിന്റെ ശബ്ദം ഒ. ഓ. ഒക്ടോപസ്. ഓ. ഔൾ. ഓ. ഓസ്ട്രിച്ച്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനം ഇത്. ഓക്കെ, എന്താന്ന് പറയൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് നല്ല രുചികരമായ സാധനം. അത് ഈ ഡിസംബർ ജാനുവരി മാസങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. എന്താ ഇത്? ഓറഞ്ച്. വെരി ഗുഡ്. ഓ. ശബ്ദം ഓ. ഓറഞ്ച്. ഓറഞ്ച്. ഇപ്പോ ഇതെന്താണെന്ന് പറയൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇത് തിന്നാല് ഭയങ്കരമായിട്ട് എരിയും. എന്ത് സാധന ഇത്? ഓണിയൻ. എന്താ ഇത്? ഓണിയൻ. ഓ. നമ്മളിന്ന് പഠിക്കുന്നത് എങ്ങനെ എഴുതണം ലെറ്റർ ഓ. അതിന്റെ ശബ്ദം എന്താണ്? ഓ. അപ്പൊ ഈ വാക്കുകൾ എങ്ങനെ പഠിക്കണം? ഓ. ഒക്ടോപസ്. ഓ. ഔൾ. ഓ. ഓസ്ട്രിച്ച്. ഓ. ആനിയൻ. ഓ. ഓറഞ്ച്. അപ്പൊ നമ്മൾ വാക്കുകൾ പഠിച്ചു. അതിന്റെ ശബ്ദം ഓ ആണെന്ന് മനസ്സിലായി. ഇപ്പോ അത് നമ്മൾക്ക് മനസ്സിൽ വെക്കാനായിട്ട് ഈ ഓ സൗണ്ട് ഒരു ചെറിയ പാട്ട് ഞാൻ പറഞ്ഞു തരാം. രാത്രിയാകുമ്പം നമ്മൾ കിടക്കുന്ന സമയത്ത് രാത്രിയാകുമ്പം സൂര്യനെല്ലാം ഉറങ്ങി കഴിയുമ്പം മമ്മി എന്താണ് വീട്ടിലുള്ള ഇടുന്നത്? മമ്മി ഒരു ബട്ടൺ സ്വിച്ച് ചെയ്യില്ല. അതെന്താ ഇത്? ലൈറ്റ് വരാനായിട്ട്. അപ്പോൾ രാത്രിയാകുമ്പം ലൈറ്റ് ഒന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ ഒരു സ്വിച്ച് ഓൺ ചെയ്യും അല്ലേ? അപ്പം ലൈറ്റ് വരും. പിന്നെ നമ്മൾ ഉറങ്ങാൻ പോകുമ്പം ലൈറ്റ് ആ സ്വിച്ചിനത് ഓഫ് ചെയ്യും. അപ്പം അതിൻ്റെ ഒരു പാട്ടാണത്. ഓക്കെ, ശ്രദ്ധിച്ചു കേൾക്കുക, എൻ്റെ കൂടെ പാടുക. Now it's dark, the lights go on. Oh, 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 oh. Time for bed, the lights go off. Oh, 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 oh. അപ്പൊ ലെറ്റർ ഓയുടെ ശബ്ദം എന്താണ്? ഓ. ഒരു പ്രാവശ്യം പാടാം. Now it's dark, the lights go on. Oh, 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 oh. Time for bed, the lights go off. Oh, 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 oh. അപ്പൊ ഓയുടെ ശബ്ദം എന്താണ്? ഓ.